മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ സീറോ മലബാർ പാരമ്പര്യത്തിലെ സ്ഥാനിക ചിഹ്നങ്ങൾ മാർപ്പാപ്പ അണിയിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ കൂവക്കാട് ഉൾപ്പെടെ 21 പേർ കർദിനാൾമാരായി സ്ഥാനമേറ്റു. കർദിനാൾ സംഘത്തിൽ ഒരേ സമയം 3 മലയാളികൾ വരുന്നത് ഇത് ആദ്യമായാണ്. ഭാരതത്തിന് അഭിമാന മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭാരതത്തിൽ നിന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം ചടങ്ങിൽ ഭാഗമാകുന്നുണ്ട്. This is Cardinal George Kuvakad from the Secretary of State. He is responsible for organising the papal journeys. He's also dressed differently to some of the other cardinals. He's also an Eastern Catholic. He's from the Syro-Malabar Church in India. You can see even he's not received the same beretta as the other cardinals, but instead what looks like some headgear from his own tradition. Direzione Principis Apostolorum, direzione tua nell'Ecclesia in Rovorare. Ad honorem Dei Omnipotentis et Sanctorum Apostolorum Petri et Pauli, tibi comitimus diaconia Sancti Antoni Patavini a circoncisione Papia. In nomine Patris et Filii et Spiritus Sancti. മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. ഭാരതത്തിന് ഇത് അഭിമാന മുഹൂർത്തം അല്ലേ? ഏറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് അല്പസമയം മുമ്പ് നടന്നത്. നമുക്കറിയാവുന്നതാണ്, ചങ്ങനാശ്ശേരി സ്വദേശിയായ അദ്ദേഹം ഈ ഉന്നതമായ പദവിയിലെത്തുന്നത്. നേരത്തെ അദ്ദേഹം പോപ്പിന്റെ അന്താരാഷ്ട്ര യാത്രകളെല്ലാം തീരുമാനിക്കുകയും അന്താരാഷ്ട്ര നയതന്ത്ര ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്ന പോപ്പിന്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ കർദിനാളായി സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ നമുക്ക് അല്പസമയം മുമ്പ് നടന്ന ചടങ്ങുകളെ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ ഇത്തരത്തിലൊരു പ്രതിജ്ഞ ചൊല്ലുന്നതിന് ശേഷം, കർദിനാളായി തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചൊല്ലുന്നതിന് ശേഷം, ബൈബിളിൽ കൈതൊട്ട് ചൊല്ലിയതിനു ശേഷം സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുക. അതായത് ഒരു ടർബനും അതുപോലെ തന്നെ മോതിരവും അണിയിക്കുകയും ചെയ്യും. അത്തരത്തിൽ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചതിന് ശേഷമായിരിക്കും കർദിനാളായി ചുമതല ഏൽക്കുകയും ചെയ്യുക. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് തന്നെ ഇത്തരത്തിൽ പോപ്പിന്റെ യാത്രകളെ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളും അതിന്റെ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന് തന്നെയാണ്. ആ ഒരു ചുമതലയിലുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നത്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. അതേ പദവിയിൽ തന്നെയായിരിക്കും ഇനിയും അദ്ദേഹം തുടരുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ആ ആശയത്തിലെ തന്നെ, ആ വിഷയത്തിൽ തന്നെ ഊന്നിയ ഒരു പദവിയിലായിരിക്കും തുടരുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറെ സന്തോഷകരവും ഏറെ ആത്മാഭിമാനം തോന്നുന്നതുമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഒരു പ്രതിനിധി കർദിനാളായി വീണ്ടും ഉയർത്തപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടി എടുത്തു പറയേണ്ടത്, പോപ്പ് നേരിട്ട് തിരഞ്ഞെടുത്ത കർദിനാൾ കൂടിയാണ്. മറ്റു കർദിനാൾമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊസീജിയറിൽ നിന്നും വിപരീതമായി നോമിനേറ്റ് ചെയ്യുന്നതിന് സമാനമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷതയായി കണക്കാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധി സവിശേഷതകളുള്ള ഭാരതസഭയെ തന്നെ ഭാരതസഭയുടെ ആ ഒരു ആത്മീയ മുന്നേറ്റത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു നീക്കം കൂടിയാണ് കർദിനാളായി ചുമതലയേൽക്കുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത്. നിഖിൽ. ശരി ഐസൻ. മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ സീറോ മലബാർ പാരമ്പര്യത്തിലെ സ്ഥാനിക ചിഹ്നങ്ങൾ മാർപ്പാപ്പ അദ്ദേഹത്തെ അണിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.